ഹേ ബേബ്സ് വെൽക്കം ബാക്ക്. കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് ഗയ്യെ ബ്രേക്കപ്പ് ചെയ്തിട്ട് ആ ഒരു വിഷമത്തിൽ നമ്മുടെ ഗയ്യാന്നുണ്ടെങ്കിൽ എപ്പോഴും വരാനുള്ള അക്കോട്ടിക് ടണലിലേക്ക് വരുമ്പോൾ അവിടേക്കാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാലും വന്നിട്ട് രണ്ടുപേരും ഇമോഷണലായിട്ട് ഹഗ് ചെയ്തായിരുന്നു. അതിനുശേഷം രണ്ടുപേരും കിസ് ചെയ്യാനെന്ന വണ്ണം അടുത്തേക്ക് വരുന്നുണ്ടായിരുന്നു. സോ ആ ഒരു മൂമെൻറ്റ് കാണിച്ചുകൊണ്ടായിരുന്നു കഴിഞ്ഞ എപ്പിസോഡ് തീർന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ എന്തൊക്കെയാണ് നടക്കുന്നത് നോക്കാം. നമ്മുടെ ഗയ്യെ കണ്ണടച്ച് നിൽക്കുമ്പോൾ ഞാൻ വിചാരിച്ചത് നമ്മുടെ വാലാന്നുണ്ടെങ്കിൽ അവനെ കിസ് ചെയ്യുന്നതാണ്. ബട്ട് ഭാഗ്യം നമ്മൾ വിചാരിച്ച പോലെ അല്ല കേട്ടോ ഗൈസ്. നമ്മുടെ ഗയ്യാന്നുണ്ടെങ്കിൽ കണ്ണടച്ച് നിന്ന് കരയുമായിരുന്നു. ഇത് കാരണം നമ്മുടെ വാലാന്നുണ്ടെങ്കിൽ അവൻ്റെ കണ്ണുനീര് തുടച്ചിട്ട് ഞാൻ മുമ്പ് തന്നെ നിന്നോട് പറഞ്ഞിട്ടുണ്ട്, നിനക്ക് എന്ത് സംഭവിച്ചാലും ഞാൻ നിൻ്റെ കൂടെ തന്നെ കാണും, നിന്നെ ഒരിക്കലും കൈവിടില്ല എന്ന്. ഇതേക്കുന്നത് നമ്മുടെ ഗൈയുടെ മൈൻഡിലാന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് ഞാൻ നിന്നെ വിട്ടിട്ട് എൻ്റെ പഴയ ലൈഫിലേക്ക് തിരിച്ചു പോകുന്നതാണ് നല്ലതെന്ന്. അതിന് ശേഷം കാണിക്കുന്നത് രണ്ടുപേരും ഇങ്ങനെ ഡ്രിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അന്നേരം നമ്മുടെ വാലാന്നുണ്ടെങ്കിൽ ഗൈ എടുത്ത് നീ ഓക്കെ അല്ലേ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോൾ നമ്മുടെ ഗയ്യാന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങനെ ഓക്കെ ആവാനാ, ഇപ്പോഴേ എനിക്ക് ബ്രേക്കപ്പ് ആയത്, അതിൻ്റെ ഇടയ്ക്ക് വെച്ച് ഞാൻ റിക്കവർ ആവുമെന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോൾ നമ്മുടെ വാലാന്നുണ്ടെങ്കിൽ എന്നാൽ പിന്നെ ഓക്കെ നമുക്ക് രണ്ടുപേർക്കും ഇത് ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യാം, കാരണം ഇന്ന് മുതൽ ഞാനും സിംഗിൾ ആണെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഗയ്യാന്നുണ്ടെങ്കിൽ നീ സിംഗിൾ ആണെന്നോ എന്ത് പറ്റിയെന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോൾ ഇവനാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞ് ഞങ്ങൾ തമ്മിലെ റിലേഷൻഷിപ്പ് ഇന്നത്തോടുകൂടി തന്നെ വേണ്ടാന്ന് വെക്കാന്ന്. ഇതേക്കുന്നത് നമ്മുടെ ഗയ്യാന്നുണ്ടെങ്കിൽ അതെന്ത് പറ്റി അവൾ അങ്ങനെ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ നമ്മുടെ വാലാന്നുണ്ടെങ്കിൽ ഇന്നാന്നുണ്ടെങ്കിൽ അവളുടെ ബർത്ത്ഡേ ആയിരുന്നു, എന്നിട്ട് ടോട്ടലി എല്ലാ കാര്യങ്ങളും മറന്നുപോയെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഗയ്യാന്നുണ്ടെങ്കിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവൾ ചിലപ്പോൾ അന്നേരത്തെ ദേഷ്യത്തിൻ്റെ പുറത്ത് വല്ലതും പറഞ്ഞേക്കെന്ന് പറയണേ. ഇതേക്കുന്ന വാലാന്നുണ്ടെങ്കിൽ ഇല്ല എനിക്ക് അങ്ങനെ തോന്നുന്നില്ല, ഇന്നത്തെ സംഭവം അങ്ങനെയൊന്നും അല്ലായിരുന്നു, അല്ലെങ്കിലും കുറച്ച് നാളായിട്ട് ഞങ്ങൾക്കിടയിലുള്ള റിലേഷൻഷിപ്പ് അത്ര നല്ല രീതിയിലല്ല മുന്നോട്ട് പോകുന്നത്, എല്ലാം എൻ്റെ തെറ്റാണെന്നൊക്കെ പറയാനേ. ഇതേക്കുന്ന ഗയ്യാന്നുണ്ടെങ്കിൽ നിൻ്റെ തെറ്റോ, അതെന്താ നിൻ്റെ തെറ്റെന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോൾ ഇവനാന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്തുനിന്ന് ഞാമി പറഞ്ഞത് അവളെയാന്നുണ്ടെങ്കിൽ കെയർ ചെയ്യുന്നില്ല, അവൾക്ക് വേണ്ടുന്ന ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല, പകരം നിനക്കാണ് ഞാൻ ഇമ്പോർട്ടൻസ് തരുന്നതെന്ന്. എനിക്കൊരു കണക്കിന് അങ്ങനെ തന്നെയാണ് തോന്നുന്നത്, എൻ്റെ മനസ്സിലാണെന്നുണ്ടെങ്കിൽ നീയാണെന്ന്. ഇത് പറഞ്ഞിട്ട് നമ്മുടെ കയ്യെ നോക്കുമ്പോൾ കൈ ഒരുമാതിരി ഇങ്ങനെ സാഡായിട്ടിരിക്കുകയാണ്. ഇവനിങ്ങനെ സാഡായിട്ടിരിക്കുന്ന കാണുമ്പോൾ നമ്മുടെ വാലാന്നുണ്ടെങ്കിൽ അതൊക്കെ വിട്ടേക്ക്, നമ്മളെപ്പോഴും ബെസ്റ്റ് ബഡീസ് ആയിരിക്കും, വാ കുടിക്കുന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഗയ്യാന്നുണ്ടെങ്കിൽ ഒരുമാതിരി ഒമിറ്റ് ചെയ്യുന്ന പോലെ കാണിക്കുകയാണ്. ഇതിന് നമ്മുടെ വാലാന്നുണ്ടെങ്കിൽ നീ ഇപ്പോൾ എന്തോ കാണിച്ചെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗയ്യെ സ്മൈൽ ചെയ്യിപ്പിക്കാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ രണ്ടുപേരും നേരെ റൂമിലേക്ക് വരുവാണ്. നോർമലി നമ്മുടെ ഗയ്യാണ് എപ്പോഴും കുടിച്ചിട്ട് വരുമ്പോൾ ഫിറ്റ് ആവുന്നത്, പക്ഷേ ഇപ്രാവശ്യം ഫിറ്റായിട്ടിരിക്കുന്നത് നമ്മുടെ വാലാണ് കേട്ടോ. വാലാന്നുണ്ടെങ്കിലും വന്ന പാടെ തന്നെ കിടക്കാനുള്ള ശ്രമത്തിലാണ്. ഗയ്യാന്നുണ്ടെങ്കിൽ കിടക്കല്ലേ പൂച്ചെന്ന് ആദ്യമേ കുളിക്കാൻ വേണ്ടി പറയുമ്പോഴത്തേക്കും നമ്മുടെ വാല അത് കേൾക്കേണ്ട താമസം, അപ്പോഴേക്ക് കട്ടിലേക്ക് കയറി കിടക്കുവാണ്. നമ്മുടെ ഗയ്യാന്നുണ്ടെങ്കിൽ അവൻ എവിടെ നിന്ന് പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. വാലാന്നുണ്ടെങ്കിൽ എഴുന്നേറ്റ പാടെ തന്നെ ആ ടീഷർട്ട് കൂരി കളഞ്ഞിട്ട് എനിക്ക് ഉറക്കം വരുന്നുണ്ടേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയും കിടക്കുകയാണ്. നമ്മുടെ കൈ അവിടെ നിന്ന് എഴുന്നേൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ വാലാന്നുണ്ടെങ്കിൽ അവൻ അങ്ങനെ പിടിച്ചങ്ങ് ബെഡിലേക്ക് കിടത്തിയിട്ട് ഇവൻ്റെ പുറത്ത് കയറി കിടന്നിട്ട് പറയണേ, നീ എന്തോരം ക്യൂട്ടാണെന്ന് നിനക്ക് അറിയുമോ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോൾ നമ്മുടെ ഗയ്യാന്നുണ്ടെങ്കിൽ നീ എന്തോടെ പറയുന്നതെന്ന് പറഞ്ഞ് ചോദിക്കുകയാണ്. ഇതേക്ക് നമ്മുടെ വാലാന്നുണ്ടെങ്കിൽ നിനക്കറിയാമോ നീ എന്തോരം ക്യൂട്ടാണെന്ന്, അത് മാത്രമല്ല നീ വളരെയധികം അഡോറബിൾ ആണ്, ഞാൻ സമ്മതിച്ചു തന്ന്, നിൻ്റെ അടുത്തുള്ള ഫീലിങ്സ് എനിക്ക് ഇതുവരെ തുറന്നു പറയാൻ വേണ്ടി പറ്റിയിട്ടില്ല എന്ന്. ഇതും പറഞ്ഞിട്ടൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. ഫ്ലാഷ് ബാക്കിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗയ്യെ ഫസ്റ്റ് മീറ്റ് ചെയ്തപ്പോൾ മുതലേ നമ്മുടെ വാലാന്നുണ്ടെങ്കിൽ അവൻ്റെ മേലൊരു ഫീലിങ്സ് ഉണ്ടായിരുന്നു, അത് ഇതുവരെ അവൻ്റെ അടുത്ത് തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇവൻ നോക്കാതിരിക്കുന്ന ടൈമിൽ നമ്മുടെ വാലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഗയ്യെ നോക്കുന്നുണ്ടായിരുന്നു. അതുമാത്രമല്ല അവൻ എപ്പോഴൊക്കെ ബ്രേക്കപ്പ് ആവുന്നുണ്ടോ അന്നേരം എല്ലാം നേരെ പോയിച്ചിരിക്കും നമ്മുടെ ഗൈഡ് അടുത്താണ്. ഗയ്യാന്നുണ്ടെങ്കിൽ അവനെ വഴക്ക് പറയുന്നുണ്ട്, ഇതിപ്പോൾ 2 മാസം ആയതുപോലും ഇല്ല, അതിൻ്റെ ഇടയ്ക്ക് വെച്ച് നീ പിന്നെയും ബ്രേക്കപ്പ് ആയോ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോൾ നമ്മുടെ വാലാന്നുണ്ടെങ്കിൽ അതും എനിക്ക് ഒരു തരത്തിൽ ഹെൽപ്പാണ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എപ്പോഴും നിൻ്റെ കൂടെ സ്റ്റേ ചെയ്യാമല്ലോ എന്നൊക്കെ പറയണേ. ഇതേക്ക് നമ്മുടെ ഗയ്യാന്നുണ്ടെങ്കിൽ മൈൻഡ് ചെയ്യാതെ തിരിഞ്ഞിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ വാലാന്നുണ്ടെങ്കിൽ കണ്ണെടുക്കാതെ ഇവിടെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞിട്ട് ഇവൻ്റെ അടുത്ത് ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചത് നിന്നെ ഡേറ്റ് ചെയ്യാമെന്നാണ്, പക്ഷെ ഞാൻ അന്നേരമൊക്കെ ചിന്തിച്ചത് അതെൻ്റെ വെറൊരു ക്രിയേറ്റീവ് മാത്രമാണെന്ന്. ഞാൻ എന്നെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കാറുണ്ടായിരുന്നു അതെൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, അവൻ്റെ അടുത്ത് അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലാന്ന്. പക്ഷേ അപ്പോഴും എൻ്റെ ഹാർട്ടിൽ എന്തൊക്കെയോ ലോസ് ചെയ്ത പോലെ എനിക്ക് ഫീൽ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കൈയെടുത്ത് പറയുന്നുണ്ട്, നിനക്ക് ഈ ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാവുന്നുണ്ടോന്ന്. ഇതും പറഞ്ഞിട്ട് ഇവനാന്നുണ്ടെങ്കിൽ നേരെ കിസ് ചെയ്യാൻ വേണ്ടി ചെല്ലുവാണ്. ഇത് കാണും നമ്മുടെ കയ്യാന്നുണ്ടെങ്കിൽ നീ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ കാലാന്നുണ്ടെങ്കിൽ എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് പിന്നെയും കിസ് ചെയ്യാൻ വേണ്ടി പോകണം. അപ്പം തന്നെ നമ്മുടെ കയ്യാന്നുണ്ടെങ്കിൽ പിടിച്ചൊരൊറ്റ തള്ളു വെച്ച് കൊടുക്കാണ്, നന്നായി നീ അങ്ങനെ ചെയ്തത്. എനിക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സീൻ കണ്ടപ്പോൾ ഇവനെ കൊല്ലാനുള്ള ദേഷ്യമാണ് വന്നത്. കാരണം എന്താണെന്നറിയോ, ഇവന് ഓൾറെഡി അങ്ങനെ ഒരു ഫീലിങ്സ് ഉണ്ടായിരുന്നെങ്കിൽ ഇവൻ ആ ഒരു സ്റ്റാർട്ടിങ് ടൈമിൽ ഇവൻ്റെ അടുത്ത് പറഞ്ഞു വിടായിരുന്നു, അല്ലാതെ ആദ്യമേ പോയി ചെന്ന് ഞാൻ എടുത്ത് ഇഷ്ടമാണെന്ന് പറഞ്ഞു. ഇപ്പം നമ്മുടെ അവനെ ബ്രേക്കപ്പ് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു തോന്നുന്നു, ആ ഒരു സ്ഥാനത്തേക്ക് കയറി വരാണ്ടി. അങ്ങനെ നമ്മുടെ ഗയ്യാന്നുണ്ടെങ്കിൽ എന്തൊക്കെയോ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം നമ്മുടെ ആണെന്നുണ്ടെങ്കിൽ ഗൈഡ് ആ ഒരു അപ്പാർട്ട്മെന്റിന്റെ പുറത്ത് നിന്ന് നമ്മുടെ ഗൈഡ് റൂമിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അതിനുശേഷം ഇവനാന്നുണ്ടെങ്കിൽ ഗുഡ് ബൈ എന്ന് പറഞ്ഞിട്ട് ഇവൻ അവിടെ നിന്ന് പോവാണ്. പക്ഷെ നമ്മുടെ ഗയ്യാന്നുണ്ടെങ്കിൽ ബാൽക്കണിയിൽ നിൽക്കുന്ന ടൈമിൽ താഴെ നിൽക്കുന്ന കാണുവാണ്. ഇവനെ കണ്ട പാടെ തന്നെ നമ്മുടെ ഗയ്യാന്നുണ്ടെങ്കിൽ താഴത്തേക്ക് ഓടി വരുന്നുണ്ട്. പക്ഷെ അവൻ അവിടേക്ക്
വരുമ്പോഴത്തേക്കും നമ്മുടെ ടു ആണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് പോയി കഴിഞ്ഞിട്ടുണ്ട്. ഇവനാണെന്നുണ്ടെങ്കിൽ കാറിൽ ഇരുന്നിട്ട് ഗൈ ഇവിടുത്തെ ആ ഒരു കർച്ചീഫില്ലേ അതും കയ്യിലും പിടിച്ചിട്ട് ഞാൻ ഇത് ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് പറയണേ. അതിനുശേഷം ഇവനാണെന്നുണ്ടെങ്കിൽ ഗണ്ണിൽ റീലോഡ് ചെയ്യുന്നുണ്ട് ബുള്ളറ്റ്. എന്നിട്ട് ഇവൻ നേരെ വരുന്നത് കെഞ്ചിയുടെ അടുത്തേക്കാണ്. കെഞ്ചിയാന്നുണ്ടെങ്കിൽ കുത്തൊക്കെ കൊണ്ടിട്ട് അങ്ങനെ അങ്ങ് കിടക്കുവാണ്. ഇവൻ വന്ന പാടെ തന്നെ ആ ഒരു കുത്തു കൊണ്ട മുറിവിലാന്നുണ്ടെങ്കിൽ ഗണ്ണ് വെച്ച് അമക്കുന്നുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ കെഞ്ചിയാന്നുണ്ടെങ്കിൽ വേദന കൊണ്ട് ആകെപ്പാടെ അലറി വിളിക്കുകയാണ്. ഇത് കാണുന്ന ടു ആണെന്നുണ്ടെങ്കിൽ നീ എന്നെ വെല്ലുവിളിച്ചത്, ഇപ്പം നീ തന്നെ പേടിച്ചു പോകണമെന്നൊക്കെ പറഞ്ഞു ചോദിക്കുമ്പോൾ നമ്മുടെ കെഞ്ചിയാന്നുണ്ടെങ്കിൽ ഇപ്പം നീ എന്നെ കൊല്ലാൻ വേണ്ടി പോകണോ, അല്ലെങ്കിൽ പിന്നെ നീ എന്നെ വിളിച്ചുണർത്തത്തില്ലായിരുന്നല്ലോ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ടു ആണെന്നുണ്ടെങ്കിൽ നിനക്കറിയാവുന്ന കാര്യമില്ലേ ഞാനിങ്ങനെ പതുങ്ങി ഇരുന്നിട്ട് ഒന്നും ചെയ്യത്തില്ല എന്ന്. നീ അറിയണം നിന്നെ കൊല്ലാൻ വേണ്ടി പോകുന്നത് ഞാനാണെന്ന്. ഒരിക്കൽ ഞാൻ നിന്റെ ജീവൻ രക്ഷിച്ചല്ലേ, പിന്നെ എന്തിനാ എൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ നമ്മുടെ കെഞ്ചിയാന്നുണ്ടെങ്കിൽ നിനക്കൊന്നും അറിയില്ലല്ലേ മറ്റുള്ളവർ എന്നെ എത്രത്തോളം അബ്യൂസ് ചെയ്യുന്നുണ്ടെന്ന്. ഇതും പറഞ്ഞിട്ട് ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. ഇവനാന്നുണ്ടെങ്കിൽ ആദ്യത്തെ ബോസിന്റെ അടുത്ത് മര്യാദയ്ക്ക് ജോലി ചെയ്യാത്ത കാരണം ആ ഒരു ബോസിന്റെ അടുത്ത് നിന്ന് എപ്പോഴും ചവിട്ടുപടിയും കിട്ടുമായിരുന്നു. അതിനുശേഷം ബൈബിന്റെ അടുത്ത് വന്നതിന് ശേഷം ഇത് തന്നെയായിരുന്നു അവസ്ഥ. ഇവൻ ചെയ്യുന്ന വർക്കൊന്നും ശരിയാവുന്നില്ല എന്ന് പറഞ്ഞ് നമ്മുടെ ടൂയെ കണ്ടുപിടിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് അടി അവിടെ നിന്ന് കിട്ടുന്നുണ്ടായിരുന്നു. ഇതൊക്കെ ആലോചിച്ചിട്ട് ഇപ്പം നമ്മുടെ ടൂ എടുത്ത് കുറെ കാലമായിട്ട് എന്നെ ആരടുത്താണോ പറഞ്ഞു വിടുന്നത് അവരുമായിട്ട് ഞാൻ ഇടപെടേണ്ടി വന്നു. പക്ഷേ നിന്റെ കാര്യം അങ്ങനെ അല്ലായിരുന്നു. നീ എപ്പോഴും നിന്നെ സ്നേഹിക്കുന്നവരുടെ കൂടെ എൻജോയ് ചെയ്യുമായിരുന്നു. എൻ്റെ ജീവിതം ഇങ്ങനെ അവസാനിച്ച ശേഷം ഞാൻ എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ടെന്ന് നിനക്കറിയാമെന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോൾ നമ്മുടെ ടൂ ആണെന്നുണ്ടെങ്കിൽ നിനക്കങ്ങനെ റിവെഞ്ച് ചെയ്യണമെന്നുണ്ടായിരുന്നെങ്കിൽ അത് എൻ്റെ അടുത്ത് ചെയ്താൽ പോരായിരുന്നോ, ബാക്കിയുള്ളവരെന്തിനും ഉപദ്രവിച്ചെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ നമ്മുടെ കെഞ്ചിയാന്നുണ്ടെങ്കിൽ പക്ഷെ ഞാൻ ഓൾറെഡി ഉപദ്രവിച്ച് കഴിഞ്ഞല്ലോ എന്നൊക്കെ പറയാണ്. ഇതേക്കൊന്ന് നമ്മുടെ ട്യൂനാന്നുണ്ടെങ്കിൽ ദേഷ്യം വന്നിട്ട് ആ ഒരു മുറിവിലേക്ക് ഒരു ചവിട്ട് വെച്ച് കൊടുത്തിട്ട് നീ അങ്ങനെ അത്ര പെട്ടെന്നൊന്നും മരിക്കാൻ വേണ്ടി പാടില്ല. ഇപ്പോൾ തന്നെ നീ എത്ര തവണ മരിച്ച്, എത്ര തവണ പുതിയ ലൈഫ് കിട്ടി, എല്ലാം എൻ്റെ തീരുമാനം കാരണമെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ കെഞ്ചിയാന്നുണ്ടെങ്കിൽ നീ ഇപ്പം എന്നെ കൊല്ലാൻ വേണ്ടി പോകണോ, നിനക്ക് എന്നെ കൊല്ലാൻ സാധിക്കുമോ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോൾ നമ്മുടെ ട്യൂനാന്നുണ്ടെങ്കിൽ നല്ല തന്നെ ദേഷ്യം വരുന്നുണ്ട്. നോക്കി എനിക്ക് ആ ഒരു പഴയ ലൈഫ് ജീവിക്കണം എന്ന് ഒട്ടും തന്നെ ആഗ്രഹമില്ല, പക്ഷെ നീ പിന്നെ എൻ്റെ ലൈഫിലേക്ക് വരുവാന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ നിന്നെ കൊല്ലാതെ വിടത്തില്ല എന്ന് പറയണേ. ഇതേക്കുന്ന കെഞ്ചിയാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കത്തി എടുത്തിട്ട് നമ്മുടെ ട്യൂയെ കൊല്ലാൻ വേണ്ടി നോക്കുവാണ്. അപ്പോൾ തന്നെ നമ്മുടെ ടൂ ആണെന്നുണ്ടെങ്കിൽ ഇവനെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇവനെ കൊല്ലുമെന്ന് ഉറപ്പാകുമ്പോൾ നമ്മുടെ കെഞ്ചിയാന്നുണ്ടെങ്കിൽ പ്ലീസ് ടു എന്നെ ഒന്ന് വെറുതെ വിട്ടേക്ക്, എനിക്ക് ഇനി ജീവിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെന്നൊക്കെ പറയണേ. ഇതും പറഞ്ഞിട്ട് നമ്മുടെ ടൂയുടെ മൈൻഡ് മാറ്റാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ടൂ ആണെന്നുണ്ടെങ്കിൽ ഇവൻ്റെ അടുത്ത് ഓക്കെ നിനക്ക് ഞാൻ ഫൈനലായിട്ട് ഒരു അവസരം കൂടി തരാം, ഇനി ഒരിക്കലും എൻ്റെ മുമ്പിലേക്ക് വരാൻ വേണ്ടി പാടില്ല, വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒരിക്കലും നിന്നെ കൊല്ലാതെ വിടത്തില്ല എന്ന് പറയണേ. ഇതും പറഞ്ഞിട്ട് ഇവൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. നമ്മുടെ കെഞ്ചിയാന്നുണ്ടെങ്കിൽ ഓക്കെ ഇനി ഞാൻ ഒരു പ്രശ്നത്തിന് നിൻ്റെ അടുത്തേക്ക് വരത്തില്ല, കാരണം ഇതിനേക്കാളും വലിയ പ്രശ്നങ്ങളുണ്ടല്ലോ എന്ന് പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസമാണ് രാവിലെ മാല എഴുന്നേറ്റ് നോക്കുമ്പോൾ അവിടെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗൈയെ കാണുന്നില്ല. ഗൈനെ നോക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ അവനിങ്ങനെ ബാൽക്കണിയിൽ നിന്ന് എന്തൊക്കെയോ ആലോചിച്ചിരിക്കുകയാണ്. നമ്മുടെ വാലിനെ കാണുമ്പോൾ ഇവനാന്നുണ്ടെങ്കിൽ അകത്തേക്ക് വരുന്നുണ്ട്. വന്ന പടം തന്നെ വാലാന്നുണ്ടെങ്കിൽ നീ എന്തെങ്കിലും നൈറ്റ് ഉറങ്ങിയില്ലേ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോൾ ഇവനാന്നുണ്ടെങ്കിൽ എനിക്ക് ഉറക്കം വന്നില്ല എന്ന് പറയണേ. ഇത് കേൾക്കുന്ന നമ്മുടെ വാലാന്നുണ്ടെങ്കിൽ എന്ത് പറ്റി, ഇന്നലെ നൈറ്റ് ഞാൻ എന്തെങ്കിലും ചെയ്തോ, ഇന്നലെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് ഡ്രിങ്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ എന്തെങ്കിലും സംസാരിച്ചോ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോൾ ഗയ്യാന്നുണ്ടെങ്കിൽ നീ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, നീ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു, അതേപോലെ തന്നെ നിൻ്റെ ഒപ്പം ഞാൻ എപ്പോഴും വേണമെന്ന് പറഞ്ഞു, നിനക്കെന്താ ഒന്നും ഓർമ്മയില്ലേ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോൾ നമ്മുടെ വാലാന്നുണ്ടെങ്കിൽ എന്തൊക്കെ ഇങ്ങനെ ആലോചിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കാണുന്ന നമ്മുടെ ഗയ്യാന്നുണ്ടെങ്കിൽ ഓക്കെ നീ അതിനെപ്പറ്റിയൊന്നും തിങ്ങേണ്ട ആവശ്യമില്ല, നോർമലി എല്ലാവരും കുടിച്ചു കഴിഞ്ഞാൽ ഇത് തന്നെയായിരിക്കും അവസ്ഥ, പോയിച്ചൊന്ന് കുളിച്ചിട്ട് വാ, ഞാൻ നിനക്ക് വേണ്ടിയിട്ട് ഫുഡ് വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഇവനാന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് പോകാൻ വേണ്ടി എഴുന്നേക്കുവാണ്. അപ്പം തന്നെ നമ്മുടെ വാലാന്നുണ്ടെങ്കിൽ ഗൈയുടെ കയ്യിലേക്ക് കയറി പിടിച്ചിട്ട് എനിക്ക് നിൻ്റെ അടുത്ത് സംസാരിക്കണം, എനിക്ക് എൻ്റെ ഫീലിങ്സിനോട് എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഞാൻ നിനക്ക് പ്രോമിസ് ചെയ്യാം ഇനി ഒരിക്കലും ഞാൻ നിൻ്റെ ഫീലിങ്സിനെ ഒരിക്കലും ഹേർട്ട് ചെയ്തില്ല എന്ന്. അതേപോലെ തന്നെ എനിക്ക് എന്നെ മനസ്സിലാക്കാൻ വേണ്ടി കുറച്ചുകൂടി ടൈം വേണം, നീ എന്നെ മനസ്സിലാക്കത്തില്ലേ കൈ എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ നമ്മുടെ കൈയാന്നുണ്ടെങ്കിൽ എൻ്റെ അവസ്ഥ അതേപോലെ തന്നെയാണ്, എനിക്ക് ഇതുവരെ മൂവ് ഓൺ ആവാൻ പറ്റിയിട്ടില്ല, നമ്മുടെ വാലാന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും നിനക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുമെന്ന് പറയാണ്. ഇത് കേൾക്കുന്നത് നമ്മുടെ കയ്യാന്നുണ്ടെങ്കിൽ നീ ഓവർ സെൻറ്റിമെൻറ്റ്സ് ഒന്നും അടിക്കണ്ട, പോയി ചെന്ന് കുളിച്ചിട്ട് വാ, എഴുന്നേറ്റിട്ട് ഇതുവരെ പല്ലേക്ക് പോലും ചെയ്തില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഇവനാന്നുണ്ടെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞ് പോവാണ്. ഇവിടെ നമ്മുടെ ടു ആണെന്നുണ്ടെങ്കിൽ 2 സോയ മിൽക്കൊക്കെ വാങ്ങിച്ചിട്ട് കഴിഞ്ഞ ദിവസം ഞാൻ നിൻ്റെ അടുത്ത് അങ്ങനെയൊക്കെ സംസാരിച്ചതിന് സോറി, ഞാൻ വേണമെന്ന് സംസാരിച്ചതല്ല, ഇപ്പോൾ എല്ലാം സോൾവ് ആയിട്ടുണ്ട്, നമുക്ക് റൂമിൽ പോയി ചെന്ന് സംസാരിക്കാമെന്നൊക്കെ പറഞ്ഞ് ആരുടെ അടുത്തോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് കടക്കാർ പറയുന്നത് നിങ്ങൾ ഇതുവരെ ഇതിൻ്റെ ക്യാഷ് ഒന്നും തന്നിട്ടില്ല എന്ന്. നമ്മുടെ ടു ആണെന്നുണ്ടെങ്കിൽ സോറി എന്ന് പറഞ്ഞ് കാശ് കൊടുക്കാൻ വേണ്ടി പോകുമ്പോഴാണ് കാണിക്കുന്നത് അവിടെ എങ്ങും ആരുമില്ല. ആക്ച്വലി ഇവനാന്നുണ്ടെങ്കിൽ ഗൈ വരുമ്പോഴേ ഗൈ അടുത്ത് എങ്ങനെ സംസാരിക്കണമെന്ന് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും അവിടേക്കും ഗൈ വരുന്നുണ്ട്. ഗൈയെ കണ്ട പടത്തിന് ഇവനാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അവിടെ നിന്ന് ഓടി വിളിക്കുകയാണ്. ഗൈയാന്നുണ്ടെങ്കിൽ അവിടേക്ക് വന്നിട്ട് 2 സോയ മിൽക്ക് ഓർഡർ ചെയ്യുന്നുണ്ട്. ഇത് കേൾക്കുന്നത് നമ്മുടെ ടു ആണെന്നുണ്ടെങ്കിൽ ഇവൻ എന്തോ ഈ ഓർഡർ ചെയ്യുന്നത്, ഓൾറെഡി അവനും കൂടി ചേർത്ത് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഇവനാന്നുണ്ടെങ്കിൽ ഗൈ എടുത്ത് സംസാരിക്കാൻ വേണ്ടി പോകുമ്പോഴത്തേക്കും അവിടേക്കാന്നുണ്ടെങ്കിൽ വാല് വരുന്നുണ്ട്. വാലിനെ കണ്ട പടത്തിൻ്റെ ഗൈയാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ നീ റൂമിൽ ഇരുന്നാൽ മതി, ഞാൻ നിനക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന്.
ഇതേക്ക് നമ്മുടെ വാലാന്നുണ്ടെങ്കിൽ അതൊന്നും കുഴപ്പമില്ല, ഞാനിപ്പോൾ എന്തായാലും താഴത്തേക്ക് വന്നില്ലെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ കൈ നോക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ വാലിട്ടേക്കുന്ന ഷർട്ട് നമ്മുടെ ഗൈഡ് ഷർട്ടാണ്. നീ എന്തിനാണ് എൻ്റെ ഷർട്ടൊക്കെ എടുത്തിട്ടേന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ നമ്മളെ വാലാന്നുണ്ടെങ്കിൽ അതെന്താ ഞാൻ ഇട്ട് കഴിഞ്ഞാൽ ശരിയാവത്തില്ലെന്ന് പറഞ്ഞ് ചോദിക്കുകയാണ്. ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ട്യൂ കേൾക്കുന്നുണ്ട്. ട്യൂവിന് ഇതൊക്കെ കേട്ടിട്ട് ഒരുമാതിരിയായിട്ട് ഇവനാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്വയം വിൽക്ക് അവിടെയുള്ള ഒരു വണ്ടി തൂക്കിയിട്ടിട്ട് അവൻ അവിടെ നിന്ന് പോവാണ്. സെയിം ടൈം ഇവിടെ കെഞ്ചിയും ബോസും കൂടി ചേർന്നിട്ട് നേരെ മിസ്റ്റർ ബൈബുവിനെ കാണാൻ വേണ്ടി വന്നേക്കാണ്. ബൈബുവിൻ്റെ അടുത്തേക്ക് ഒരു ബോഡി ഗാർഡ് വന്നിട്ട് കെഞ്ചി ഇതുവരെ മരിച്ചിട്ടില്ല, ബോസിനെ കാണാൻ വേണ്ടി താഴെ വന്നിട്ടുണ്ടെന്ന് പറയുന്നത്. താഴെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കെഞ്ചി എല്ലാം കൂടി ചേർന്ന് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടേക്കാണെന്നുണ്ടെങ്കിൽ ബോസ് വന്നിട്ട് നീ ഇതുവരെ മരിച്ചിട്ടില്ലല്ലേ, ട്യൂ അന്നേരം ഞാൻ പറഞ്ഞ ഒരു കാര്യം പോലും ചെയ്തിട്ടില്ലല്ലേ എന്നൊക്കെ പറയുമ്പോഴേ കെഞ്ചിയാന്നുണ്ടെങ്കിൽ അവൻ്റെ ഭാഗത്തൊരു തെറ്റുമില്ല, അവൻ മനഃപൂർവ്വമാണ് എൻ്റെ ജീവൻ രക്ഷിച്ചത്. എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു ബോസിൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ മരിച്ചു പോയെന്ന് പറയാം, എവിടേക്കെങ്കിലും പോയിച്ചെന്ന് വിളിക്കാനെന്ന്. അതും പറഞ്ഞിട്ട് ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. നമ്മുടെ ട്യൂ ആണെന്നുണ്ടെങ്കിൽ മുമ്പൊരിക്കലും ഇവനെ കൊല്ലാൻ വേണ്ടി ബോസ് വിടുന്ന ടൈമിൽ ഇവൻ അവിടേക്ക് വന്നിട്ട് നീ ഇനി ഒരിക്കലും എൻ്റെ മുമ്പിലേക്ക് വരാൻ വേണ്ടി പാടില്ല, ഞാൻ ബോസിൻ്റെ അടുത്ത് പറഞ്ഞേക്കാം നീ ആണെന്നുണ്ടെങ്കിൽ മരിച്ചു പോയെന്ന്. ഇപ്പം ഇതൊക്കെ ബോസിൻ്റെ അടുത്ത് പറയുമ്പോൾ ബോസ് ആണെന്നുണ്ടെങ്കിൽ നീ അത്രയ്ക്ക് മണ്ടനാണോ, എന്നിട്ട് നീ ഇപ്പോൾ ഇവിടേക്ക് കയറി വന്നല്ലോ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കെഞ്ചിയാന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ സത്യസന്ധതയെ തെളിയിക്കാൻ വേണ്ടിയിട്ട് എവിടേക്ക് വന്നെന്ന് പറഞ്ഞിട്ട് ബോസിൻ്റെ കാലിലേക്ക് വീണിട്ട് ഞാനൊന്നും വേണമെന്ന് വെച്ചിട്ട് ചെയ്തതല്ല, ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ഇവിടെ ട്യൂ ഇല്ലല്ലോ, അപ്പോൾ പിന്നെ എനിക്കൊരു അവസരം കൂടി തന്നൂടെ, ഞാൻ നിങ്ങളുടെ അടുത്ത് എല്ലാം കള്ളോ പറഞ്ഞെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ബോസാണെന്നുണ്ടെങ്കിൽ ഇവനാണെന്നുണ്ടെങ്കിൽ ഗണ്ണ് കൊടുക്കുന്നുണ്ട്. ഗണ്ണ് കൊടുത്തിട്ട് പറയണേ എന്നാൽ പിന്നെ ഓക്കെ ഇത് പ്രൂവ് ചെയ്ത് തരാൻ. ഇവനാണെന്നുണ്ടെങ്കിൽ ഗണ്ണെടുത്ത് വായിലേക്ക് വെക്കുന്നുണ്ട്. പക്ഷേ ഇവനെ കൊണ്ട് ഷൂട്ട് ചെയ്യാനേ പറ്റുന്നില്ല. ഇവനാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഗണ്ണെടുത്ത് മാറ്റുന്ന കാണുമ്പോൾ നമ്മുടെ ബോസാണെന്നുണ്ടെങ്കിൽ ഓക്കെ നിനക്ക് ഒരു ചാൻസ് കൂടി തരാം, പക്ഷെ നീ ഇനി ഇതൊക്കെ ആവർത്തിക്കാന്നുണ്ടെങ്കിൽ നിന്നെ ഞാൻ കൊല്ലുമെന്ന് പറയാണ്. ഇവനെന്നുണ്ടെങ്കിൽ ഓക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാണ്. ഇവന് അവിടുത്തെ ആ റൂൾസ് അനുസരിച്ച് പിന്നെയും ഗണ്ണ് കൊടുക്കുന്നുണ്ട്. ആ ഒരു ഗണ്ണ് കൊടുത്ത ആൾ അവിടെ നിന്ന് പോയ പാടെ തന്നെ കൂടെയുള്ള ആളാണെന്നുണ്ടെങ്കിൽ ബോസ് എന്ത് ഉദ്ദേശത്തിലാണ് അവിടേക്ക് കയറി ചെന്നത്, അയാൾ ബോസിനെ കൊന്നിരുന്നെങ്കിൽ ബോസ് എന്ത് ചെയ്യായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോൾ നമ്മുടെ കെഞ്ചിയാന്നുണ്ടെങ്കിൽ ബോസ് ബുദ്ധിയുള്ള ആളാണ്, അയാൾ ഒരിക്കലും എന്നെ ഒഴിവാക്കത്തില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഇപ്പോൾ നോക്കി ഞാൻ മരിക്കേണ്ടിയും വന്നില്ല, എനിക്കാണെന്നുണ്ടെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റിയും കിട്ടി, ഇതെങ്ങനെ യൂസ് ചെയ്യണമെന്ന് എനിക്കറിയാം, എന്തായാലും ട്യൂവിന് പകരം ഇനി ഞാനായിരിക്കും, എന്താ ചെയ്യേണ്ടത് എനിക്കറിയാമെന്ന് പറഞ്ഞു. ഇവനാണെന്നുണ്ടെങ്കിൽ ഒരു പബ്ബിലേക്ക് ചെല്ലുവാണ് ഡെപ്റ്റ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ അയാളാണെന്നുണ്ടെങ്കിൽ കൊടുക്കുന്നില്ല. ട്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ മിഡിൽ മന്തിൽ പേ ചെയ്താൽ മതിയെന്ന്, പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോൾ ഇനി മുതൽ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ട്യൂ അല്ല ഞാനാണ്, അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ മര്യാദയ്ക്ക് കേൾക്കണം, ഇനി അഥവാ കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ഇവനാണെന്നുണ്ടെങ്കിൽ ഇവൻ്റെ കോട്ടിനകത്തുനിന്ന് ഗണ്ണെടുക്കാൻ പോകുന്ന പോലെ കാണിച്ചിട്ട് ഇവനാണെന്നുണ്ടെങ്കിൽ നേരെ ഇൻഹീലർ എടുത്ത് വലിക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ് നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഈ ഒരു ക്യാഷ് തരാൻ വേണ്ടി പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യത്തിൽ എനിക്ക് യാതൊരു വിധത്തിലുള്ള ഗ്യാരണ്ടി തരാൻ പറ്റത്തില്ല എന്ന് പറയണേ. ഇത് കേട്ട പാടെ തന്നെ ഇയാളാണെന്നുണ്ടെങ്കിൽ ക്യാഷ് എടുത്ത് കൊടുക്കുന്നുണ്ട്. ഇവനാണെന്നുണ്ടെങ്കിൽ ക്യാഷ് ഒക്കെ എടുത്ത് വെച്ച് നോക്കിയിട്ട് ഇനി മുതൽ ഈ ഒരു സ്ഥലത്തെ ചാർജ് എൻ്റെ കയ്യിലാണ്, ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ബിസിനസ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് ഇവനാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് നടന്നു വരുന്നുണ്ട്. അന്നേരം നമ്മുടെ ബോസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്തത്, ഇത് കാരണം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവത്തില്ല എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോൾ നമ്മുടെ കെഞ്ചിയാണെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ഇവൻ്റെ മോന്തയ്ക്കിട്ട് എണ്ണം കൊടുക്കുന്നുണ്ട്. എൻ്റെ അടുത്ത് ചോദ്യം ചോദിക്കാണ്ട് വരുന്നു എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇതേക്കുന്ന നമ്മുടെ ബോസ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ വേണമെന്ന് വെച്ചിട്ട് ചോദിച്ചല്ല, ഇതിൻ്റെയൊക്കെ കോൺസിക്വൻസ് എന്താണെന്ന് ബോസിന് അറിയുമെന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോൾ ഇവനാണെന്നുണ്ടെങ്കിൽ അതിപ്പോൾ അറിയേണ്ടത് ബോസ് അല്ലേ, ഇനിയിപ്പോൾ ബോസിന് അതൊന്നും കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ബോസ് ഇതിൽ നിന്ന് കിട്ടേണ്ട സമയമായെന്നല്ലേ അതിന് അർത്ഥം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ബോസ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബോസ് എന്തോ പറഞ്ഞത് അതിൻ്റെ മീനിങ് എന്തോ, നമ്മുടെ ബോസിനെ കൊണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് അപ്പോൾ പിന്നെ ബോസ് ആണെന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോൾ ഇവനാണെന്നുണ്ടെങ്കിൽ ആ നീ എൻ്റെ വഴിക്ക് വാ അപ്പോൾ പിന്നെ നിനക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുമെന്ന് പറഞ്ഞിട്ട് ഇവൻ അവിടെ നിന്ന് പോവാണ്. നമ്മുടെ ബോസ് ആണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയോ തിങ്ക് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ്. സെയിം ടൈം ഇവിടെ ഗൈയും വാലും ഒക്കെ ക്ലാസ് കഴിഞ്ഞിട്ട് ഇറങ്ങി വരുവാണ്. അന്നേരം നമ്മുടെ വാലാന്നുണ്ടെങ്കിൽ ഗൈഡ് എടുത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകാമെന്ന് പറയുകയാണ്. ഇതേക്ക് നമ്മുടെ ഗൈയാന്നുണ്ടെങ്കിൽ സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും നടന്നു വരുമ്പോഴാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗൈയാന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കാതെ നടക്കുവാണ്. അപ്പോൾ ഒരു വണ്ടി വരുവാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ വാലാന്നുണ്ടെങ്കിൽ ഇവനെ പിടിച്ച് മാറ്റുന്നുണ്ട്. മാറ്റിയിട്ട് ഇവൻ്റെ കൈ ഇങ്ങനെ മുറുക്കെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. ഇത് കാണുന്ന നമ്മുടെ ഗൈയാന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് വിട്ടേക്ക് എനിക്കറിയാൻ നടക്കാനെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ വാലാന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ കൈ വിടാന്നുണ്ടെങ്കിൽ നീ ഒന്നുകൂടി ശ്രദ്ധിക്കാതെ നടക്കും, എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ നിന്നെ പിടിച്ചോളാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിടിച്ചോണ്ട് വരുവാണ്. ചെക്ക് നമ്മുടെ ട്യൂ ദൂരത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ രണ്ടുപേരും കൂടി അങ്കിൾ ഡംസിൻ്റെ റെസ്റ്റോറൻറ്റിലേക്ക് വരുവാണ്. വന്നിരുന്ന പാടെ തന്നെ നമ്മുടെ വാലാന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുന്ന ഫുള്ളും നമ്മുടെ ഗായ്ക്ക് ഇഷ്ടപ്പെട്ട ഡിഷാണ്. അതും പോരാഞ്ഞിട്ട് നമ്മുടെ ഗായ്ക്ക് ഇഷ്ടപ്പെട്ട സ്ട്രോബെറി ജ്യൂസ് ഓർഡർ ചെയ്യുന്നുണ്ട്. ഇത് കാണുന്ന നമ്മുടെ ഗൈയാന്നുണ്ടെങ്കിൽ നീ എന്തിനാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ ഇങ്ങനെ ഓർഡർ ചെയ്തതെന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോൾ നിനക്ക് ഇഷ്ടപ്പെട്ടല്ലേ, അപ്പോൾ പിന്നെ അത് എനിക്ക് ഇഷ്ടപ്പെട്ടേ എന്നൊക്കെ പറയുമ്പോൾ അന്ന് നമ്മുടെ ഗൈയാന്നുണ്ടെങ്കിൽ എന്നാൽ പിന്നെ ഓക്കെ നിനക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഞാനും ഓർഡർ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ വാലിന് ഇഷ്ടപ്പെട്ട ഫുഡാണെന്നുണ്ടെങ്കിൽ ഇവനും ഓർഡർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവൻ ഓർഡർ ചെയ്യുന്നുണ്ടെങ്കിൽ ഷ്രിമ്പൊക്കെയാണ്. ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാലിന് ഇഷ്ടമല്ല. വാലാന്നുണ്ടെങ്കിൽ എനിക്ക് അതൊന്നും ഇഷ്ടമല്ല എന്നൊക്കെ പറയുമ്പോൾ ഇവനാണെന്നുണ്ടെങ്കിൽ നിനക്ക് ഇഷ്ടമല്ല എന്ന് എനിക്കറിയാം, പക്ഷേ നീ അത് കഴിച്ചേ പറ്റത്തുള്ളൂ എന്ന് പറയണേ. ഇത് പറഞ്ഞിട്ട് രണ്ടിനും കൂടി ചിരിച്ച് സംസാരിക്കുമ്പോൾ നമ്മുടെ വാലാന്നുണ്ടെങ്കിൽ ഇടയ്ക്കൂടെ നമ്മുടെ ഗൈയുടെ കയ്യിലേക്ക് ടച്ച് ചെയ്യാൻ വേണ്ടി പോണേ. അപ്പോൾ
അപ്പോഴത്തേക്കാണെന്നുണ്ടെങ്കിൽ ഇവന് ടോമിൻ്റെ അടുത്തുനിന്ന് കോള് വരുന്നുണ്ട്. കോൾ അറ്റൻഡ് ചെയ്ത പാടത്തിന് നീ എന്താ ഇപ്പോൾ ഗെയിമൊന്നും കളിക്കാൻ വേണ്ടി വരുന്നില്ലല്ലോ, നമ്മുടെ കോമ്പറ്റീഷൻ ഇനി അടുത്ത് തന്നെ വന്നിട്ടുണ്ട്, അപ്പോൾ ഇവന് പ്രാക്ടീസ് ചെയ്യാതിരിക്കാൻ പറ്റുമോ, ട്യൂയുടെ കാര്യം എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോൾ നമ്മുടെ കയ്യാന്നുണ്ടെങ്കിൽ ട്യൂയുടെ കാര്യമൊന്നും എനിക്ക് അറിയത്തില്ല, അവൻ വരുമെന്തോന്നും എനിക്ക് അറിയത്തില്ല എന്ന് പറയണേ. ഇവനാണെന്നുണ്ടെങ്കിൽ സ്പീക്കർ മോഡ് ഓൺ ആക്കിയിട്ടാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ വാലിതൊക്കെ കേൾക്കുന്നുണ്ട്. ഇവൻ ട്യൂയുടെ കാര്യമൊന്നും അറിയത്തില്ല എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നമ്മുടെ വാലാന്നുണ്ടെങ്കിൽ ഹാപ്പി ആവുന്നുണ്ട്. ഇവനിങ്ങനെ ചിരിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ഗൈനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഗയ്യാന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ എൻ്റെ കൂടെ ഗെയിം കളിക്കാൻ വേണ്ടി ആരുമില്ല, അതുകൊണ്ട് ഞാൻ ക്വിറ്റ് തീരുമാനിക്കുന്നതെന്നൊക്കെ പറയണേ. ഇതും പറഞ്ഞിട്ട് ഇവനാന്നുണ്ടെങ്കിൽ കോള് കട്ട് ചെയ്യുന്നുണ്ട്. ബാല് കൈനെ തന്നെ നോക്കിയിരിക്കുന്ന കാണുമ്പോൾ നമ്മുടെ കയ്യാന്നുണ്ടെങ്കിൽ നീ എന്തിനാ എന്നെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുന്നത് പറഞ്ഞ് ചോദിക്കുമ്പോൾ നമ്മുടെ വാലാന്നുണ്ടെങ്കിൽ ഞാൻ വേണമെന്ന് വെച്ചിട്ട് കേട്ടതല്ല, പക്ഷെ നിൻ്റെ ഫോണാണെന്നുണ്ടെങ്കിൽ സ്പീക്കറിലായിരുന്നു, അതുകൊണ്ട് ഞാൻ കേട്ടതാ, നിൻ്റെ കൂടെ ഞാൻ വന്ന് ഗെയിം കളിക്കട്ടെ എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ ഇവനാണെന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ കളിക്കാനോ, ഇതേക്ക് നമ്മുടെ വാലാന്നുണ്ടെങ്കിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ എനിക്ക് നിൻ്റെ ലോകത്തിലേക്ക് വരാമല്ലോ എന്ന് പറയണേ. ഇതേക്ക് നമ്മുടെ ഗൈഡ് മൈൻഡിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നീ എൻ്റെ ലോകത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആദ്യമേ നിനക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഹാർട്ട് ഓപ്പൺ ചെയ്യേണ്ടതെന്ന് പറയണേ. അങ്ങനെ രണ്ടൊരു റൂമിലേക്ക് വന്ന പടത്തിന് ഗെയിം കളിക്കുന്നുണ്ട്. നമ്മുടെ വാലാന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടൈമാണ് ഗെയിം കളിക്കുന്നത്, പക്ഷേ എന്നാലും ആദ്യമേ വിൻ ചെയ്യുന്നത് അവർ തന്നെയാണ്. അങ്ങനെ വിൻ ചെയ്തല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ വാലാന്നുണ്ടെങ്കിൽ ഗൈഡ് ഷോട്ടിലേക്ക് കൈയിട്ടിരിക്കുമ്പോൾ നമ്മുടെ കൈയാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മുടെ വാളിൻ്റെ കൈയും എടുത്ത് മാറ്റിയ പാടത്തിന് നമ്മുടെ വാലാന്നുണ്ടെങ്കിൽ ഞാൻ വിചാരിച്ചല്ലേ ഞാൻ വിൻ ചെയ്യുമെന്നൊക്കെ. ഇത് കേട്ട പാടത്തിന് നമ്മുടെ കൈയാന്നുണ്ടെങ്കിൽ ആക്ച്വലി നീ നന്നായിട്ട് തന്നെ ഗെയിം കളിക്കുന്നുണ്ട്, നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ, അപ്പോഴേക്കും നീ ഇന്ന് വിൻ ചെയ്തല്ലോ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ വാലാന്നുണ്ടെങ്കിൽ നീ നന്നായിട്ട് തന്നെ ഫ്ലേർട്ട് ചെയ്യുന്നുണ്ടെന്ന് പറയണേ. ഇതേക്ക് നമ്മുടെ കൈയാന്നുണ്ടെങ്കിൽ ഞാൻ സീരിയസ് ആയിട്ടാണ് പറഞ്ഞത്, അല്ലേ തന്നെ നിന്നെ കൊണ്ട് എന്താ ചെയ്യാൻ പറ്റാത്തത്, നീ നന്നായിട്ട് പഠിക്കും, സ്പോർട്സിൽ നല്ലതാണ്, അതേപോലെ തന്നെ സോഷ്യൽ വർക്കിൽ നല്ലതാണ്, ഇതൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നമ്മുടെ വാലാന്നുണ്ടെങ്കിൽ ഗൈഡ് എടുത്ത് അപ്പോൾ പിന്നെ നിന്റെ കാഴ്ചപ്പാടില്ലേ ഞാൻ ഇതിലെല്ലാം ഓക്കെ ആണല്ലേ എന്ന് പറയണേ. ഇതേക്ക് നമ്മുടെ കയ്യാന്നുണ്ടെങ്കിൽ ആണെന്ന് പറഞ്ഞിട്ട് അവൻ്റെ മൈൻഡിലാന്നുണ്ടെങ്കിൽ അതിലിപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ഒരിക്കലും ആഗ്രഹിച്ച കാര്യങ്ങളാണ്, പക്ഷെ എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയത്തില്ല, എനിക്കിപ്പോൾ ഇതൊന്നും ഒട്ടും തന്നെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്ന് പറയണേ. സെയിം ടൈം ഇവിടെ നമ്മുടെ തുല്ലും ട്യൂവും കൂടി ചേർന്ന് കാറി വരുവാണ്. അന്നേരം നമ്മുടെ ട്യൂ ആണെന്നുണ്ടെങ്കിൽ കൈ കൊടുത്ത് ആ ഒരു കർച്ചീഫില്ലേ അത് തന്നെ കൈ പിടിച്ചിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കാണുന്ന തുല്ലാന്നുണ്ടെങ്കിൽ ബോസിന് ഉറപ്പല്ലേ അവനെ കാണണ്ടാന്നൊക്കെ. ഇതേക്ക് നമ്മുടെ ട്യൂ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ഉറപ്പാണ് അവനിപ്പോൾ സ്വന്തമായിട്ടൊരു വീടുണ്ട്, അതേപോലെ തന്നെ അവന് പുതിയൊരു ലൈഫ് ആരംഭിക്കുകയും ചെയ്ത് ഇനിയിപ്പോൾ അതിലൊന്നും ഞാൻ ഇടപെടേണ്ട ആവശ്യമില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ തുല്ലാന്നുണ്ടെങ്കിൽ ബോസ് പറയുന്നത് ബോസ് മൂവ് ഓൺ ആയെന്ന്, പക്ഷെ നോക്കി ഇപ്പോഴും ഒരുപാട് സാഡ് പപ്പിയെ പോലെ ഇരിക്കുകയാണെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ട്യൂ ആണെന്നുണ്ടെങ്കിൽ കാലെടുത്ത് പൊക്കി വയ്ക്കുന്നുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ തുല്ലാന്നുണ്ടെങ്കിൽ കാര്യം മനസ്സിലാവാണ്. തുല്ലാന്നുണ്ടെങ്കിൽ ഓക്കെ വേണ്ടാന്ന് പറയണേ. ഇവിടാന്നുണ്ടെങ്കിൽ നമ്മുടെ മഫീനും ടോമും പയ്യും കൂടി ചേർന്ന് ഗെയിം കളിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇവരാണെന്നുണ്ടെങ്കിൽ ഗൈക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഗൈ എന്താ ഇത്ര അധികം ലേറ്റ് ആയിട്ട് വരുന്നത്, എപ്പോൾ നമ്മൾ റിക്വസ്റ്റ് അയച്ചാലും ശരി അവനാന്നുണ്ടെങ്കിൽ റിജക്റ്റ് ചെയ്ത് കളയാന്ന് പറയണേ. എന്തായാലും കുഴപ്പമില്ല, ഗൈ ഇപ്പോൾ ഇവിടേക്ക് വരാൻ വേണ്ടി പോകല്ലേ, ഒന്നും മിണ്ടായിരിക്കാൻ പറയാണ്. അപ്പോഴത്തേക്ക് അവിടേക്കാണെന്നുണ്ടെങ്കിൽ ഗൈയും വാല് വരുന്നുണ്ട്. ഗയ്യാന്നുണ്ടെങ്കിൽ വന്നപ്പോൾ തന്നെ വാലിനെ എല്ലാവരും പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. ഇവൻ്റെ പേര് വാലെന്നാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടോ എന്ന് അറിയത്തില്ല, മുമ്പൊരിക്കൽ മീറ്റ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മഫിനാന്നുണ്ടെങ്കിൽ ഓടിപ്പോയി വാൽ എനിക്കറിയാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിരിക്കുന്നു പറഞ്ഞിട്ട് അവനെ പിടിച്ചുകൊണ്ട് വന്നിരുത്തുവാണ്. വന്നിരുന്ന പാടെ തന്നെ പയ്യാന്നുണ്ടെങ്കിൽ നിനക്ക് ഈ ഗെയിമൊക്കെ കളിക്കാൻ അറിയാമെന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോൾ ഇവനാന്നുണ്ടെങ്കിൽ ഞാൻ പഠിച്ചു വരുന്നേ ഉള്ളൂ, പക്ഷേ ഇനി എത്ര കഠിനമായാലും ശരി തന്നെ അതെന്നെ കൊണ്ട് ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് പറയണേ. ഇതൊക്കെ നമ്മൾ ടോമാന്നുണ്ടെങ്കിൽ ഓക്കെ എന്നാൽ പിന്നെ ടൈം കളയേണ്ടെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി ഗെയിം കളിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോഴേക്കും മഫിനാന്നുണ്ടെങ്കിൽ വാളിൻ്റെ അടുത്ത് നിന്നെ ഞാൻ പഠിപ്പിക്കാമെന്ന് പറയാണ്. ഇതേക്കുന്ന പയ്യാന്നുണ്ടെങ്കിൽ മഫിൻ മരിക്ക് നീ ഇവിടേക്ക് വന്നിരിക്കും, ഞാൻ അവിടെ വന്നിരുന്നോളാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മഫിനെ അവിടെ നിന്ന് മാറ്റുന്നുണ്ട്. പയ്യ അവിടേക്ക് വന്നിരുന്ന പടത്തിന് നമ്മുടെ മഫിൻ എന്താണോ ചെയ്തത് അതേ പരിപാടി അങ്ങ് കണ്ടിന്യൂ ചെയ്യാണ്. നിന്നെ ഞാൻ പഠിപ്പിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇതേസമയം നമ്മുടെ ട്യൂ ആണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ദൂരത്ത് നിന്ന് നോക്കി കാണുന്നുണ്ട്. അവനാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ വിഷമം വരുന്നുണ്ട്. എങ്ങനെയാലും കുഴപ്പമില്ല, നീ സന്തോഷമായിട്ട് ഇരുന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇവനാണെന്നുണ്ടെങ്കിൽ ഒരുമാതിരി വിഷമിച്ചിങ്ങനെ നടക്കുകയാണ്. കുറച്ച് ദൂരത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും ഇവനെ ആരോ ഫോളോ ചെയ്യുന്ന പോലെ ഇവന് ഫീൽ ചെയ്യാണ്. അന്നേരം തന്നെ ഇവനാണെന്നുണ്ടെങ്കിൽ കാറിൻ്റെ അവിടേക്ക് മാറി നിന്നിട്ട് പെട്ടെന്ന് കത്തി എടുത്തിട്ട് കുത്താൻ വേണ്ടി പോവാണ്. അപ്പോൾ നോക്കുമ്പോൾ കാണുന്നത് നമ്മുടെ ഗയ്യാണ്. ഗയ്യാന്നുണ്ടെങ്കിൽ അയ്യോ വേണ്ടാന്ന് പറയാണ്. നമ്മുടെ ഗയ്യാന്ന് അറിയുമ്പോഴത്തേക്കും ട്യൂ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അവിടെ നിന്ന് പോകാൻ വേണ്ടി ഒരുങ്ങുവാണ്. ഇത് കാണുന്ന നമ്മുടെ ഗയ്യാന്നുണ്ടെങ്കിൽ ട്യൂയുടെ കൈ പിടിച്ചിട്ട് നീ പിന്നെ എന്നെ വിട്ടിട്ട് പോവാണെന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ ട്യൂ ആണെന്നുണ്ടെങ്കിൽ നീ ഇപ്പോൾ കണ്ടല്ലേ ഞാൻ നിന്നെ ഇപ്പോൾ കുത്തേണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഗയ്യാന്നുണ്ടെങ്കിൽ പക്ഷേ എന്നെ കുത്തിയില്ലല്ലോ എന്ന് പറയണേ. ഇതേക്ക് നമ്മുടെ ട്യൂ ആണെന്നുണ്ടെങ്കിൽ നിനക്ക് ഉറപ്പുണ്ടായിരുന്നോ ഞാൻ നിന്നെ കുത്തത്തില്ലാന്ന്, നീ എന്തിനാ എനിക്കിങ്ങനെ ഫോളോ ചെയ്ത് വരുന്നതെന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോൾ നമ്മുടെ ഗയ്യാന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ആരെ ഫോളോ ചെയ്ത് വരുന്നത്, നീയല്ലേ എന്നെ ഫോളോ ചെയ്ത് വരുന്നത്, ഞാനിതൊന്നും അറിയത്തില്ല എന്നാണോ നീ വിചാരിച്ചെന്ന് പറഞ്ഞിട്ട് ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. ആക്ച്വലി ഇവൻ സോയ മിൽക്ക് വാങ്ങിക്കുന്ന ടൈമിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ട്യൂ അവിടെ നിന്ന് പോകുന്നത് ഇവൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇവനാണെന്നുണ്ടെങ്കിൽ ട്യൂ എന്ന് വിളിച്ചിട്ട് അടുത്തേക്ക് പോകാൻ വേണ്ടി പോകുമ്പോഴത്തേക്കും നമ്മുടെ വാലാന്നുണ്ടെങ്കിൽ പൈസയൊക്കെ കൊടുത്തിട്ട് വാ നമുക്ക് പോകാം ഒരുപാട് ലേറ്റ് ആയെന്ന് പറഞ്ഞിട്ട് ഇവനെ അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഗെയിം കളിക്കുന്ന ടൈമിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ട്യൂ ഇവൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതൊക്കെ ഇവൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ സീരിയസ് ആയിട്ടാണ് ചോദിക്കുന്നത്, നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ നമ്മുടെ ട്യൂ ആണെന്നുണ്ടെങ്കിൽ എനിക്കറിയണം നീ എന്തോ ചെയ്യുന്നതെന്നൊക്കെ, അതിന് വേണ്ടിയിട്ടാണ് നിന്നെ ഫോളോ ചെയ്ത് വരുന്നതെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കയ്യാന്നുണ്ടെങ്കിൽ
ആണെന്നുണ്ടെങ്കിൽ നീ തന്നെയല്ലേ നിൻ്റെ ലൈഫിൽ നിന്ന് തന്നെ അകറ്റിയത്, എന്നിട്ടിപ്പോൾ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്തിനാന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ നമ്മളെ ടു ആണെന്നുണ്ടെങ്കിൽ ശരിക്കും പറയാന്നുണ്ടെങ്കിൽ നീ നിൻ്റെ ആ ഒരു പഴയ ലോകത്തേക്ക് നീ തിരിച്ചു പോകണം, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ നീ ഹാപ്പി ആയിട്ടിരിക്കുന്നില്ലേ ഇതേപോലെ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കയ്യ് നിനക്ക് തോന്നുന്നുണ്ടോ നീ ഇല്ലാത്തൊരു ലോകത്ത് ഞാൻ എപ്പോഴെങ്കിലും ഹാപ്പി ആയിട്ടിരിക്കുമെന്ന്? നീ അങ്ങനെയാണോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? ആക്ച്വലി ഞാൻ വിചാരിച്ചതാ നീ ഇല്ലാത്ത ലോകത്ത് എനിക്ക് സന്തോഷമായിട്ടിരിക്കാൻ പറ്റും, അതേപോലെ തന്നെ എനിക്ക് വാലിനെ പഴയതുപോലെ സ്നേഹിക്കാൻ വേണ്ടി പറ്റുമെന്ന്. പക്ഷെ ഞാൻ വിചാരിച്ച പോലെയൊന്നുമില്ല, എനിക്ക് അങ്ങനെയൊന്നും സ്നേഹിക്കാനൊന്നും പറ്റത്തില്ല. വാൽ എനിക്ക് വേണ്ടിയിട്ട് എല്ലാം ചെയ്യുന്നുണ്ട്, അവൻ എന്നെ നന്നായിട്ട് എന്നെ കെയർ ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്ക് തിരിച്ച് സ്നേഹം കൊടുക്കാൻ വേണ്ടി പറ്റുന്നില്ല. കാരണം എന്താണെന്നറിയോ, എനിക്ക് നീ ഇല്ലാത്ത ഈ ലോകത്ത് ജീവിക്കാൻ പറ്റത്തില്ല. പ്ലീസ് ടു, നീ ഇപ്പോഴെങ്കിലും അത് മനസ്സിലാക്ക്. നീ എന്തിനെങ്കിലും സെൽഫിഷായിട്ട് പെരുമാറുന്നത്? നിനക്ക് ഒരിക്കൽ കൂടി എൻ്റെ അടുത്തേക്ക് വന്നൂടെ എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മുടെ ടൂയുടെ കൈ പിടിച്ചിട്ട് ഇവനാന്നുണ്ടെങ്കിൽ കവിളിലേക്ക് വെക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ടൂയുടെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ. ടു ആണെന്നുണ്ടെങ്കിൽ നേരെ പോയി നമ്മുടെ കൈയെ കിസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാലും കണ്ടുകൊണ്ടിരിക്കുകയാണ്. വാലാന്നുണ്ടെങ്കിൽ നേരെ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും അവരാണെന്നുണ്ടെങ്കിൽ ഗൈ എന്ത് ചെയ്തു പറഞ്ഞ തിരക്കാണ്. ഗൈയാന്നുണ്ടെങ്കിൽ റൂമിലേക്ക് പോയി, അവനാണെന്നുണ്ടെങ്കിൽ തീരെ വയ്യാന്ന് പറഞ്ഞു, അതുകൊണ്ട് റൂമിൽ പോയെന്നൊക്കെ പറയുമ്പോൾ ഇവരാണെന്നുണ്ടെങ്കിൽ അയ്യോ ഗൈ പോയല്ലോ ഇനിയിപ്പോൾ എന്തോ ചെയ്യും, എന്നാലും കുഴപ്പമില്ല നമുക്ക് ഗെയിം കളിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇവരാണെന്നുണ്ടെങ്കിൽ ഗെയിം കളിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യണേ. ആക്ച്വലി നമ്മുടെ വാലിനാണെന്നുണ്ടെങ്കിൽ നല്ല വിഷമമുണ്ട്. ഈ ഒരു സീനിൽ കാണുമ്പോൾ എനിക്ക് വാലിൻ്റെ അടുത്ത് പാവം തോന്നുവാണ്. ഇവിടെ നമ്മുടെ ടൂവും ഗൈയും കൂടി നേരെ റൂമിലേക്ക് വരുവാണ്. അങ്ങനെ അങ്ങ് കിസ് ചെയ്തുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ ഗൈയാന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പറയാണ്. ഇത് പറ്റിയെന്ന് നമ്മുടെ ടൂ ചോദിക്കുമ്പോൾ ഗൈയാന്നുണ്ടെങ്കിൽ എനിക്ക് ബ്രീത്ത് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയാണ്. എങ്ങനെ ബ്രീത്ത് ചെയ്യാൻ പറ്റും, അവിടെ തൊട്ട് തുടങ്ങിയ കിസ്സിങ് അല്ലേ, ഇടയ്ക്ക് വെച്ച് സ്റ്റോപ്പൊക്കെ കൊടുക്കണ്ടേ? പിന്നെയും നമ്മുടെ ടു ആണെന്നുണ്ടെങ്കിൽ കിസ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും ഡോറിൽ ആരോ തട്ടുന്നുണ്ട്. ടു ആണെന്നുണ്ടെങ്കിൽ ഗൈ ഒരിടത്തേക്ക് മാറ്റി നിർത്തിയിട്ട് അവനാണെന്നുണ്ടെങ്കിൽ ഗൺ എടുത്തിട്ട് എന്നെ ഫോളോ ചെയ്ത് വരരുത്, നീ ഇവിടെ തന്നെ നിൽക്കാൻ വേണ്ടി പറഞ്ഞിട്ട് ഇവനാണെന്നുണ്ടെങ്കിൽ ലൈറ്റ് ഓഫ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇവനാണെന്നുണ്ടെങ്കിൽ ലെൻസിൽ കൂടെ നോക്കുമ്പോൾ പുറത്തേക്ക് നമ്മുടെ ബോസാണ്. ഡോർ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ബോസാണെന്നുണ്ടെങ്കിൽ ടു അത്യാവശ്യമായിട്ട് നിങ്ങളുടെ ഹെൽപ്പ് എനിക്ക് വേണം, മിസ്റ്റർ ബൈബിനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആപത്തിലാണെന്ന് പറയുകയാണ്. സോ ഈ ഒരു മൊമെൻറ്റോടുകൂടി തന്നെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ തീരാണ്. അപ്പോൾ ഓക്കെ ബേബ്സ്, ടാറ്റാ ബൈ ബൈ.